രാത്രി ഐശ്വര്യ ഒരു ഗ്ലാസ് പാല് ജ്വാലയുടെ കയ്യിൽ കൊടുത്തു. ജ്വാല ചമ്മലോടെ അതുമായി അർജുൻ്റെ റൂമിലേക്ക് നടന്നു. ഇതുവരെ അവൻ ജ്വാലയുടെ പിന്നാലെ തന്നെയായിരുന്നു. അവൾക്ക് കുറച്ച് സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഐശ്വര്യയാണ് അവനെ ഓടിച്ചു വിട്ടത്. അതിനു പിണങ്ങി മുഖവും വീർപ്പിച്ചു പോയതാണ് അവൻ. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ജ്വാലയ്ക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ സമയം കിട്ടിയത്. അവൾ പെട്ടെന്ന് തന്നെ എല്ലാവരുമായും കമ്പനിയായി. അർജുൻ്റെ അച്ഛനും അമ്മയും അങ്കിളും അടക്കം എല്ലാവരും ജോളി ടൈപ്പാണെന്ന് ജ്വാലയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ജ്വാല പാലുമായി റൂമിലെത്തുമ്പോൾ അർജുൻ ഗ്ലാസ്സിലേക്ക് തലയണ ചാരി വെച്ച് അതിൽ ചാരിക്കിടക്കുകയായിരുന്നു. കയ്യിൽ അവൻ്റെ മെയിൻ എക്സാമിന് പഠിക്കാനുള്ള ജനറൽ നോളജിൻ്റെ ഒരു ലേറ്റസ്റ്റ് എഡിഷൻ ബുക്കുമുണ്ട്. ജ്വാലയെ കണ്ടതും അവൻ ബുക്ക് മടക്കി വച്ചു എഴുന്നേറ്റു. അവൻ ചോദ്യഭാവത്തിൽ മൂളി. ജ്വാലയ്ക്ക് അവനെ കണ്ടപ്പോൾ കൊച്ചുകുട്ടികൾ പിണങ്ങിയിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. എന്താ അർജുനേട്ടാ ഒരു പിണക്കം? കൊച്ചുകുട്ടികളെപ്പോലെ ഒരു പോലീസ് ഓഫീസറാകാൻ പോവുകയാണെന്ന് ഓർമ്മ വേണം. അതിൻ്റെ പക്വതയെങ്കിലും കാണിക്ക്. ഓക്കെ, അവൾ പറഞ്ഞു. അർജുൻ നെറ്റി തിരുമ്മി. ഐ ആം എ നോർത്ത് ഇന്ത്യൻ ഗൈ, യു നോ ദാറ്റ്. ഈ അർജുനേട്ടൻ എന്ന വിളിയൊന്നും എനിക്കിഷ്ടമില്ല. നിങ്ങളുടെ കേരള സംസ്കാരം അങ്ങനെയാവും. നല്ല കാര്യം. പക്ഷേ നീ ഡൽഹിയിലാ താമസിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ എന്നെ അർജുൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അജ്ജു എന്ന് വിളിക്കാം. യുവർ ചോയ്സ്. ഓക്കെ? അജ്ജി ഓക്കെ ആണോ? അവൾ ചോദിച്ചു. ഓക്കെ, അവനും സമ്മതിച്ചു. ഇടയ്ക്ക് ഞാൻ ഷോർട്ടാക്കി ജി എന്നും വിളിക്കും. കുഴപ്പമുണ്ടോ? എഗ്രീഡ്, നോ പ്രോബ്ലം, അവൻ പറഞ്ഞു. എന്നാ ഇനി ഇത് വേണോ? ഇതും കേരള സംസ്കാരമാ. നിങ്ങളുടെ ഡൽഹിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവൾ പാൽ ഗ്ലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ നമ്മളിപ്പോൾ കേരളത്തിലല്ലേ, നോ പ്രോബ്ലം. അവൻ കൈ നീട്ടി ഗ്ലാസ് വാങ്ങി ആദ്യം അവൾക്ക് കൊടുത്തു. കുറച്ച് കുടിച്ചു. അവൾ മുഖം മാറ്റി. അവനും കുറച്ച് കുടിച്ചു. എനിക്ക് മിൽക്ക് ഇഷ്ടമില്ല, എന്നാലും ഒരു ചടങ്ങിന് വേണ്ടി. അവൻ ഗ്ലാസ് മാറ്റിവെച്ചു. പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ദീർഘമായി ഒന്ന് കിസ് ചെയ്തു. ജ്വാല എതിർക്കാതെ നിന്നുകൊടുത്തു. നാവിൽ ബ്ലഡിൻ്റെ ചുവ അറിഞ്ഞപ്പോഴാണ് അർജുൻ അവളെ മോചിപ്പിച്ചത്. അവളുടെ ചുണ്ട് പൊട്ടിയിരുന്നു. ജ്വാല ദയനീയമായി അവനെ നോക്കി. സോറി, ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞുകൊണ്ട്. അവൻ അവളെ എടുത്ത് കട്ടിലേക്ക് കൊണ്ട് കിടത്തി. അവൾ പിടഞ്ഞെണീക്കുമ്പോഴേക്കും അവൻ അവളുടെ മേലേക്ക് കയറിക്കിടന്നു. അടക്കി പിടിച്ചു. അവൾക്ക് ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ജ്വാല, എതിർക്കണ്ട. ഇന്ന് ഞാൻ പിന്മാറില്ല. പിന്നെ എതിർത്താൽ എനിക്ക് വാശി കൂടും. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ്. അത് സ്പെഷ്യലാക്കി മാറ്റണം, എന്നും ഓർക്കാൻ വേണ്ടി. അത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചതാ, അർജുൻ പറഞ്ഞു. പിന്നെ നിന്നെപ്പോലെ ഒരു ക്യൂട്ട് വൈഫ് അടുത്തുള്ളപ്പോൾ മാറി നിൽക്കാൻ ഞാൻ ഗോഡ് ഒന്നുമല്ല. അർജുൻ അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞു. ജ്വാല പിന്നെ ബലം പിടിച്ചില്ല. എതിർത്തിട്ട് കാര്യമില്ലെന്നറിയാം. അർജുൻ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ടും ജനാലച്ചില്ലിലൂടെ നിലാവിൻ്റെ നേർത്ത വെട്ടം റൂമിൽ തങ്ങി നിന്നു. അവൻ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. അന്ന് ഏറെ നേരം കഴിഞ്ഞാണ് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു. എഴുന്നേൽക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. അർജുൻ അവളെ ചുറ്റിപ്പിടിച്ചാണ് കിടക്കുന്നത്. അതും ഡ്രസ്സൊന്നുമില്ലാതെ. അവൾ ചമ്മലോടെ മുഖം തിരിച്ചു. ഒരു വിധത്തിൽ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ജ്വാല കട്ടിൽ നിന്നിറങ്ങി അവൻ്റെ മേലേക്ക് പുതപ്പിട്ട് കൊടുത്തു. ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ തൻ്റെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. പല്ല് ബ്രഷ് ചെയ്തു. കുളിച്ചു. വെള്ളം തട്ടിയപ്പോൾ അവൾക്ക് ദേഹത്തുള്ള മുറിവൊക്കെ നീറി. അർജുനോട് ഒരു നിമിഷം ദേഷ്യം തോന്നി. ജ്വാല വേഗം ഡ്രസ്സ് മാറ്റി ഇറങ്ങി. അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടും അർജുൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവൾ പുതപ്പ് കൊണ്ട് ശരിക്കും പുതച്ചു കൊടുത്തു. പിന്നെ കണ്ണാടിയിൽ നോക്കി നെറുകയിൽ സിന്ദൂരം തൊട്ടു. പുറത്തിറങ്ങി വാതിൽ ചാരി കിച്ചണിലേക്ക് നടന്നു. ഐശ്വര്യയും സിന്ദൂരയും ഉണ്ടായിരുന്നു അവിടെ. സിന്ദൂര അവളെ ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ അവൾക്ക് ഒരു കപ്പ് ചായ കൊടുത്തു. അത് കുടിച്ചുകൊണ്ട് അവൾ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം സ്ഥലമുണ്ട് അവിടെ. ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് വീടിന് ചുറ്റും. അവൾ മുറ്റത്തൂടെ ഒന്ന് നടന്നു നോക്കി. പിൻമുറ്റത്തിനപ്പുറം തൊടിയിൽ 2-3 വാഴയും 4-5 തെങ്ങുകളും.
അതിനപ്പുറം മെയിൻ റോഡ്. വീടിന് ചുറ്റും ഉയരമുള്ള ചുറ്റുമതിലുണ്ട്. അവൾ വീട്ടിലേക്ക് തിരിച്ചു കയറി. സിന്ദൂര അവൾക്കൊരു കപ്പ് കോഫി കൊടുത്തു. ഇത് അർജുന് കൊടുത്തേക്ക്. അവൾ മൂളിക്കൊണ്ട് അതുമായി റൂമിലേക്ക് നടന്നു. അവൻ ഉണർന്നു കിടക്കുകയായിരുന്നു. അവൾ കോഫി നീട്ടി. അവൻ അത് വാങ്ങിക്കൊണ്ട് ഗ്ലാസ്സിലേക്ക് തലണ വെച്ച് ചാരിക്കിടന്നു. ആർ യു ഓക്കെ? എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. അവൾ മുഖം വീർപ്പിച്ചു. അവൻ കോഫി കുടിച്ച് കപ്പ് തിരിച്ചു കൊടുത്തു. അവൾ അത് വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ അർജുൻ ആ കൈയിൽ പിടിച്ചു അവളെ തൻ്റെ മടിയിലേക്ക് വലിച്ചിട്ടു. ജ്വാലയ്ക്ക് ബാലൻസ് കിട്ടിയില്ല. അവൾ അർജുൻ്റെ മടിയിലേക്ക് ചെന്ന് വീണു. അവൻ അവളുടെ കയ്യിൽ നിന്ന് കപ്പ് മാറ്റി വെച്ചു. പിന്നെ അവളെ കെട്ടിപ്പിടിച്ചു. നെറ്റിയിൽ ഉമ്മ വെച്ചു. നിന്റെ വീട്ടിലേക്ക് 11 മണിക്ക് ഇവിടെ നിന്നും പുറപ്പെടും. അപ്പോഴേക്ക് റെഡിയായി നിൽക്കണം. സോജൻ മുല്ലപ്പൂ കൊണ്ടുവരും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അർജുൻ പറഞ്ഞു. അവൾ മൂളി. പിണക്ക് മാറിയില്ലേ? ഇന്നലെ നമ്മൾ ഒന്നിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അവൻ ചോദിച്ചു. അതല്ല, എൻ്റെ പഠനത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് എനിക്കൊരു പേടി, അവൾ പതുക്കെ പറഞ്ഞു. എന്ത് തടസ്സം? അവൻ നെറ്റിച്ചുളിച്ചു. അവൾ തൻ്റെ വയറിൽ കൈവച്ചു. അർജുൻ ചിരിച്ചുപോയി. ആ ഒരു പേടി വേണ്ട, ഞാൻ സേഫ്റ്റി നോക്കിയിരുന്നു. ഓക്കെ? ജ്വാല തലയാട്ടി. നിന്റെ പഠനം കഴിഞ്ഞ് നിനക്ക് ജോലിയുമായിട്ടേ നമുക്ക് ബേബീസ് ഉണ്ടാവും. എനിക്ക് ജോലി ഒന്നും ആയില്ലല്ലോ, അതും ശരിയാക്കണം, അർജുൻ ഉറപ്പ് കൊടുത്തു. ജ്വാല സമാധാനത്തോടെ മൂളി. അവൾ അർജുൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നു. അവൻ സംതൃപ്തിയോടെ അവളെ ചേർത്ത് പിടിച്ചു കണ്ണടച്ചു. ആശാനേ, ജോബി വിളിച്ചു കൂവിക്കൊണ്ട് ഓടി വന്നു. റോക്കിയെ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഡിസ്ചാർജായി വീട്ടിലെത്തിയത് ഇന്നലെയാണ്. അതുകൊണ്ട് തന്നെ ജ്വാലയുടെ വിവാഹം നടന്നത് ആരും അറിഞ്ഞില്ല. ആശാനേ, ജോബി പിന്നെയും വിളിച്ചു കൂവി. എന്താടാ? റോക്കി ദേഷ്യപ്പെട്ടു. ആശാനെ, ആശാൻ്റെ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു ഇന്നലെ, ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച്. അന്ന് ബീച്ചിൽ കണ്ട ആൾ തന്നെയാണ് ചെറുക്കൻ, ഡൽഹിയിലുള്ള അമ്മാവൻ്റെ മോൻ. ജോബിയെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ റോക്കി അലറി. വണ്ടിയെടുക്കടാ. പിന്നെ അയയിൽ കൂട്ടിയിട്ട ഷർട്ടിൽ നിന്ന് ഒന്ന് വലിച്ചെടുത്തിട്ടുകൊണ്ട് മുറ്റത്തേക്കോടി. ജിപ്സിയിൽ കയറി ജ്വാലയുടെ വീട്ടിലേക്ക് തിരിച്ചു.